ശബരിമലയിലെ ദ്വാരപാലക പീഠവിവാദത്തിൽ അന്വേഷണത്തിന് ഹൈക്കോടതിയുടെ ഉത്തരവ്. വിരമിച്ച ജില്ലാ ജഡ്ജി അന്വേഷിക്കും. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, നിർണായകമായ ചുവടുവെപ്പാണ് കോടതിയുടെ ഭാഗത്തുണ്ടാകുന്നത്. അന്വേഷണ കമ്മീഷനെ നിയമിക്കുന്നു റിട്ടയർഡ് ജഡ്ജി. അതായത് വിശദമായി തന്നെ കോടതി ഇന്ന് വാദം കേട്ടിരുന്നു. അതിൽ കോടതി ഒരല്പം മുമ്പ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം അപ്ലോഡ് ചെയ്യും. ഓപ്പൺ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമാണ്. ഇതിൽ വിശദമായ അന്വേഷണം ആവശ്യമാണ്. ഒന്ന്, പീഠം സ്പോൺസറുടെ ബന്ധുവീട്ടിൽ നിന്ന് കണ്ടെത്തിയ സംഭവം. അതിനൊപ്പം തന്നെ ഈ രജിസ്റ്ററിൽ കൃത്യമായി ഇതൊന്നും സൂക്ഷിക്കാത്ത പ്രശ്നം. ഈ രണ്ട് വിഷയങ്ങളിലും കൃത്യമായ അന്വേഷണം നടത്തണം എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. വിരമിച്ച ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കട്ടെ. അവർ സ്വർണ്ണാഭരണങ്ങളുടെ കണക്കെടുക്കണം. അതായത് 1999 മുതൽ ഈ ദ്വാരപാലക ശില്പങ്ങൾ, പീഠങ്ങൾ, കൊടിമരങ്ങൾ, അങ്ങനെ എല്ലാ സ്വർണവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും അതിന്റെ കണക്കെടുക്കണം. അത് എത്രമാത്രം സ്വർണ്ണം ഉണ്ടെന്ന് പരിശോധിക്കണം. അന്ന് എത്രമാത്രം ഉണ്ടായിരുന്നു, ഇപ്പോൾ എത്രമാത്രം ഉണ്ട്, അതെന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട്, ഇക്കാര്യങ്ങളെല്ലാം പരിശോധിക്കാനാണ് വിരമിച്ച ജില്ലാ ജഡ്ജി ചുമതലപ്പെടുത്തിക്കൊണ്ട് കോടതി ഇപ്പോൾ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. 1999 മുതലുള്ള സ്വർണ്ണാഭരണങ്ങളുടെയും സ്വർണം പൂശിയതിന്റെയും എല്ലാം കണക്ക് പരിശോധിക്കാനാണ് കോടതി ഇങ്ങനെ ഒരു സമിതിയെ നിയോഗിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ദേവസ്വം വിജിലൻസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നുണ്ട്. ആ അന്വേഷണത്തിന്റെ ഒരു പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അത് പരിശോധിച്ചിട്ടാണ് കോടതി പറഞ്ഞത് നിങ്ങളുടെ അന്വേഷണവും തുടരാം, ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണവും തുടരാം എന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. കോടതി നടപടികൾ അപ്പോൾ ദേവസ്വം വിജിലൻസിന്റെ നിലവിലത്തെ അന്വേഷണം തുടരാം. ഒപ്പം ഇതിന്റെ മുഴുവൻ കണക്കുകളും ഒക്കെ ബോധ്യമാകുന്ന തരത്തിലേക്ക് ഒരു സമഗ്ര അന്വേഷണം. ഇതാണ് കോടതിയുടെ ഉത്തരവ് വരാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഈ പരാതിക്കാരനായ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഈ പീഠം സ്വന്തം സഹോദരിയുടെ വീട്ടിൽ ഒളിപ്പിച്ചു എന്നതും സർക്കാർ അറിയിപ്പിച്ചപ്പോൾ കോടതി അതേ സംബന്ധിച്ച് എന്തെങ്കിലും നിരീക്ഷണങ്ങളോ എന്തെങ്കിലും നടത്തിയോ? ഈ പീഠം കണ്ടെത്തിയ വിവരം സർക്കാരും ദേവസ്വം ബോർഡും കോടതി അറിയിച്ചു. അന്വേഷണ പുരോഗതി അറിയിച്ചു. അറിയിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന സ്പോൺസറുടെ സഹോദരിയുടെ വെഞ്ഞാറമൂട്ടിലെ വീട്ടിൽ നിന്നും ഇത് കണ്ടെത്തി എന്നുള്ള വിവരം തന്നെയാണ് കോടതിയിൽ സർക്കാർ അറിയിച്ചത്. അതും കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മിനി എന്ന് പറയുന്ന സിസ്റ്റർ ഓഫ് ഉണ്ണികൃഷ്ണപിള്ള വെഞ്ഞാറമൂട് എന്നയാളുടെ വീട്ടിൽ നിന്ന് അവിടെ സൂക്ഷിച്ചിരുന്ന ഈ പീഠം കണ്ടെത്തിയിട്ടുണ്ട്. അത് വിജിലൻസ് കോടതി അറിയിച്ചിട്ടുമുണ്ട്. കോടതി അതിനെ തുടർന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ ഇവിടെ നിന്ന് പോയി, എന്തുകൊണ്ട് ഇത് രജിസ്റ്ററിൽ കയറിയില്ല, ഓരോ ഘട്ടത്തിലും സ്വർണം പൂശുന്നതിന് വേണ്ടി ഈ ദ്വാരപാലക ശില്പങ്ങളും പീഠങ്ങളും ഒക്കെ എടുത്ത സമയത്ത് എന്തുകൊണ്ട് രജിസ്റ്ററിൽ കയറ്റിയില്ല, രജിസ്റ്ററിൽ സൂക്ഷിച്ചില്ല എന്നുള്ളതാണ്. രജിസ്റ്ററിൽ എൻട്രി ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്നതാണ് കോടതിയുടെ ചോദ്യം. അതുകൊണ്ട് തന്നെ കോടതി പറഞ്ഞത് ഏതാണ്ട് 4.54 കിലോഗ്രാമിന്റെ കുറവ് കണ്ടെത്തിയിട്ടുണ്ട്. അത് ഈ രജിസ്റ്ററിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. അതടക്കം പരിശോധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സഹോദരിയുടെ പാളിയിലല്ലേ സ്വർണ്ണത്തൂക്കം കുറഞ്ഞതായി കണ്ടെത്തുന്നത്, അതല്ലേ? അതായത് ആകെ ഈ ദ്വാരപാലക ശില്പങ്ങളിലും പീഠം മിസ്സായി. ഒപ്പം ദ്വാരപാലക ശില്പങ്ങളിലെ പൂശിയ സ്വർണത്തിന്റെ അതിന്റെ മൊത്തം അളവിൽ, അത് പൂർണ്ണമായി സ്വർണ്ണമാകണമെന്നില്ല, ചെമ്പും ചേർന്നതാകാം, പക്ഷെ മൊത്തം അളവിൽ 4.541 ഗ്രാം കുറവുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ കോടതി കണ്ടെത്തുകയും അന്വേഷണത്തിൽ ഇരിക്കുകയും ചെയ്യുന്നതാണ്. അതിലാണ് ഇപ്പോൾ വിശദമായൊരു അന്വേഷണം വേണം എന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്. സ്വർണത്തിന് കൃത്യമായ കണക്ക് സൂക്ഷിക്കേണ്ടതുണ്ട്. അത് സൂക്ഷിക്കുന്നതിൽ ലാപ്സ് ഉണ്ട്, വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ഒരു നിഗമനം കോടതി പറയുന്നു. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം നടക്കട്ടെ. ഇതിൽ എങ്ങനെ ഇത് മിസ്സായതിനെ കുറിച്ച് അന്വേഷണത്തെക്കാൾ ഉപരി കോടതി പറയുന്നത് ഇത് എത്രമാത്രം ഇപ്പോൾ അളവിൽ ഉണ്ട്, അത് രജിസ്റ്ററിൽ സൂക്ഷിക്കണം. എത്രമാത്രം അളവിൽ സ്വർണം മുൻപുണ്ടായിരുന്നു, ഇപ്പോൾ എത്രമാത്രം അളവുണ്ട്, അത് വർദ്ധിക്കുകയാണോ കുറയുകയാണോ ചെയ്തിട്ടുള്ളത്, അത് എല്ലാ തരത്തിലുള്ള പരിശോധനയും വേണം എന്നാണ് കോടതി പറയുന്നത്. അതായത് ദ്വാരപാലക ശില്പങ്ങൾ, പീഠങ്ങൾ, കൊടിമരം, ഇവയെ സ്വർണം പൂശിയ എല്ലാ ഭാഗങ്ങളെ കുറിച്ചും ഒരു പരിശോധന നടക്കട്ടെ. അതിന് റിട്ടയർഡ് ജില്ലാ ജഡ്ജിയെ ചുമതലപ്പെടുത്താം എന്നാണ് കോടതി ഇപ്പോൾ ഓപ്പൺ കോടതിയിൽ പറഞ്ഞത്. അതിനുശേഷം ഉത്തരവ് അല്പസമയത്തിനും പുറപ്പെടുവിക്കും. ആ കൃത്യതയോടെ ഏതൊക്കെ തരത്തിൽ എന്തൊക്കെ അന്വേഷണം എങ്ങനെയൊക്കെ വേണം എന്ന് കോടതി വിശദീകരിക്കും എന്ന് തന്നെ കോടതി പറഞ്ഞിട്ടുണ്ട്. ശരി, സാലി മുഹമ്മദാണ് സമഗ്ര വിവരങ്ങൾ നൽകിയത്. ശബരിമലയിലെ ദ്വാരപാലക പീഠ വിവാദത്തിൽ ഇതാ അന്വേഷണം ഹൈക്കോടതി
നിന്ന് എത്തുകയാണ്. അന്വേഷണത്തിന് ഉത്തരവ് വിരമിച്ച ജില്ലാ ജഡ്ജി അന്വേഷിക്കും. എന്നാൽ ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണം ഈ ഘട്ടത്തിൽ തുടരാമെന്നും ഹൈക്കോടതി അറിയിക്കുന്നുണ്ട്. സമഗ്ര വിവരങ്ങളാണ് സാലിം മുഹമ്മദ് നൽകിയത്.